Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me JD. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എന്നുള്ളൊരു ചാപ്റ്ററാണ് ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്നുള്ളത്. ഇതുപോലെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്നാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് സെറ്റ് ആക്കാൻ പോകണം. സോ നമുക്ക് നോക്കാം. വേൾഡ് ഓഫ് ഹ്യൂമറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 9 ആൻഡ് ഗ്രാബ് ഓഫ് ദ ന്യൂസ് മോർണിംഗ് പേപ്പർ. ഞാൻ എന്താക്കും, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുകയാണെ, ഞാൻ രാവിലെ തന്നെ എന്നും രാവിലെ 9 മണിയാകുമ്പോൾ ന്യൂസ് പേപ്പർ എടുക്കും. Then I look at the obituary page. ഇതാണ് ചരമകോളല്ലടാ, അതിനാണ് obituary page എന്ന് എടുക്കാം. If my name is not on it, എൻ്റെ പേര് ആ ഒരു ചരമകോളത്തിൽ ഇല്ലെങ്കിൽ I get up. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. കോമഡിയാണ് ഗൈസ് ഉദ്ദേശിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു കിടുക്കാച്ചി കോമഡിയാണ്. നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടെങ്കിൽ ചിരിക്കാൻ മറന്നു പോകരുത്. ഏതായാലും ഇതുപോലത്തെ കുറച്ച് കോമഡി സീനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി വേൾഡ് ഓഫ് ഹ്യൂമർ ആയതുകൊണ്ട് കുറേ കോമഡിയാണ്. ആർതർ കോനാൻ ഡോയൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ഓതറാണ്. നമ്മുടെ ഷെർലക് ഹോംസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ദ ഫേമസ് ഓതർ ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറികളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. വൺസ് വെന്റ് ടു പാരീസ്. ഒരു ദിവസം പാരീസിലേക്ക് പോയി. ഒരിക്കൽ യു ഹാഡ് എ ക്യാബ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ടു ഗോ ടു ദ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ക്യാബൊക്കെ വിളിച്ചു, അല്ലേ, ഒരു ടാക്സി വിളിച്ചു. What hotel would you like to go to, Mr. Conan Doyle? Mr. Conan Doyle, നിങ്ങൾ ഏത് ഹോട്ടലിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പേരെടുത്തിട്ട് ആ ടാക്സി ഡ്രൈവർ അങ്ങോട്ട് ചോദിച്ചു. ആസ്ക് ദ ക്യാബ്മാൻ ചോദിക്കും. ക്യാബ്മാനെ പേരും എങ്ങനെ മനസ്സിലായി, അല്ലേ? ദ റൈറ്റർ വാസ് ഗ്രേറ്റ്ലി സർപ്രൈസ്. മൂപ്പര് ആർതർ കോനാൻ ഡോയൽ മൂപ്പർ എന്താക്കി, ഓതർ എന്താക്കി, മൂപ്പർ എന്താ സർപ്രൈസ്, എൻ്റെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി എന്നുള്ളത്. ഹൗ ഡു യു നോ മൈ നെയിം? എൻ്റെ പേര് എങ്ങനെ അറിയാം? വെൽ, ഇറ്റ്സ് സിമ്പിൾ. അത് ഭയങ്കര സിമ്പിളാണ്. ദ ക്യാബ്മാൻ പറഞ്ഞു. ദ അതർ ഡേ ഐ റെഡ് ദ ന്യൂസ് പേപ്പർ ദാറ്റ് യു വുഡ് പ്രോബബ്ലി വിസിറ്റ് പാരീസ് ദിസ് വീക്ക്. ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ മിക്കവാറും ഈ ഒരാഴ്ച ഈ ഒരു പാരീസ് സന്ദർശിക്കാൻ വരും എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ട്. ദെൻ ഐ നോട്ടീസ് ദാറ്റ് യുവർ സ്യൂട്ട് വാസ് മെയ്ഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ് ട്വീഡ് കൊണ്ട്, അതായത് റഫ് ആയിട്ടുള്ള വൂളൻ ഫാബ്രിക്, അത് ഇംഗ്ലീഷുകാരാണ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പാരീസിൽ അങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ ആരെങ്കിലും ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണത് ആർതർ കോനാൻ ഡോയൽ ആയിരിക്കും എന്നുള്ള ഒരു ഇന്റലിജന്റ് മൈൻഡ് വെച്ചിട്ട്, അല്ലേ? വണ്ടർഫുൾ സെറ്റ് കോനാൻ ഡോയൽ പറയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. യു ആർ ബോൺ ഡിറ്റക്റ്റീവ്. നീ ഒരു ജന്മനാ ഒരു ഡിറ്റക്റ്റീവാണ്. നീ പൊളിയാണ് സൂപ്പറാന്ന് പറഞ്ഞു കൊടുത്തു. താങ്ക് യു സർ. ദ ക്യാബ്മാൻ റിപ്ലൈ പറഞ്ഞു, താങ്ക് യു, ബട്ട് ഐ എം നോട്ട് എക്സാക്ട്ലി എ ഗുഡ് ഡിറ്റക്റ്റീവ്. ഞാൻ അത്ര ഡിറ്റക്റ്റീവ് ഒന്നുമല്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ നിങ്ങളെ പേര് കണ്ടുപിടിച്ചാവുന്നല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. വൈ ഡു യു സേ ദാറ്റ്? അല്ല, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ശരിക്കും ഒരു നല്ല ഡിറ്റക്റ്റീവ് ആണ്, ഇത് നല്ലൊരു ഡിറ്റക്റ്റീവിന് ലക്ഷ്യമാണെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ അയാൾ പറയണം, യു സീ സർ, യുവർ നെയിം ഇസ് റിട്ടൺ ഓൺ യുവർ ലഗേജ്. നിങ്ങളുടെ ലഗേജ് മേലെ ഓൾറെഡി പേരുണ്ട്. അത് കണ്ടാൽ ഏത് പൊട്ടനും മനസ്സിലാവും നിങ്ങൾ ആർതർ കോനാൻ ഡോയൽ ആണെന്നുള്ളത്. അതുകൊണ്ട് അല്ലാതെ ഞാൻ നിങ്ങളുടെ കോട്ട് വെച്ചിട്ടൊന്നും കണ്ടുപിടിച്ചതല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടു. ഇറ്റ്സ് എ കോമഡി. യെസ്, റെഡി. നല്ലൊരു കോമഡി കിട്ടിയല്ലോ. അടുത്ത കോമഡിയിലേക്ക് പോവാം. മാർക്ക് ട്വെയിൻ്റെ ഒരു കിടിലൻ കോമഡി. യെസ്, ദ ഫേമസ് അമേരിക്കൻ റൈഡർ വാസ് ട്രാവലിംഗ് ഇൻ ഫ്രാൻസ്. അദ്ദേഹം ഫ്രാൻസിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു, ട്രെയിനിലാണ്. Once he was going by train to Dijon. മൂപ്പര് ഡിജോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. That afternoon he was very tired and wanted to sleep. അയാൾക്ക് ഭയങ്കര ക്ഷീണം, അയാള് ഉറങ്ങാൻ നിൽക്കുകയാണ്. He therefore asked the conductor to wake him up when they reached Dijon. ഡിജോണിലെത്തുമ്പോൾ എന്നൊന്ന് വിളിക്കണേ, ഞാൻ ഒന്ന് ഉറങ്ങാണേ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. But first he explained that he was very heavy sleeper. ആദ്യം തന്നെ മൂപ്പർ എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ നല്ല ഹെവി സ്ലീപ്പറാണ്, ഞാൻ ഒന്നും അറിയില്ല, നല്ലോണം വിളിച്ചാൽ മാത്രമേ ഞാൻ എണീക്കുള്ളൂ. I'll probably protest loudly when you try to wake me up. നിങ്ങൾ എന്നെ എഴുന്നേൽക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ഞാൻ പ്രൊട്ടസ്റ്റ് ആരുടെ എന്നൊക്കെ ചിലപ്പോൾ തിരിച്ച് ചോദിച്ചേക്കാം. He said to the conductor, but do not take any notice. അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട. Just put me off the train. എങ്ങനെങ്കിലും ആക്കി എന്താക്കുക, എന്നെ ട്രെയിനിന് പുറത്തിറക്കിക്കോളാണ്ടി, പുറത്തൊക്കെ എറിഞ്ഞോളാണ്ടി എന്നൊക്കെ പറയാണ്. എങ്ങനെങ്കിലും എന്നെ പുറത്തിറക്കി തരണം എന്ന് പറഞ്ഞു കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് വൺ, when Mark Twain woke up, മൂപ്പരും കൊണ്ട് എണീന്നേറ്റപ്പോൾ the train was already in Paris. മൂപ്പര എന്നിട്ട് ആവിയൊക്കെ എണീച്ചു. ട്രെയിൻ ഓൾറെഡി പാരീസിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇച്ചങ്ങനെ ഡിജോണിൽ ഇറക്കണം, നേരത്തെ പറഞ്ഞതാണ്. ദ ആംഗ്രി റൈറ്റർ ran up to the conductor. ദേഷ്യം പിടിച്ച കണ്ടക്ടർ അടുത്ത് പോയിട്ട് ആൻസർ പറഞ്ഞു, I've never been so angry in all my life. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദേഷ്യം പിടിച്ച് ഞാൻ ഇന്നേ വരെ ആയിട്ടില്ല. The conductor looked at him calmly. എന്നിട്ട് അയാളെ ഭയങ്കര കാമായിട്ട് നോക്കിയിട്ട് പറയണം, എന്നിട്ട് പറയണേ, റിപ്ലൈ നോക്കിയോ, ഇത് ഭയങ്കര ഐക്കോണിക് റിപ്ലൈ ആണ്. യു ആർ നോട്ട് ഹാഫ് ആസ് ആംഗ്രി ആസ് ദ അമേരിക്കൻ ഹൂം ഐ പുട്ട് ഓഫ് ദ ട്രെയിൻ ഇൻ ഡിജോൺ.
ഞാൻ ഒരു അമേരിക്കക്കാരനെ ഞാൻ ഡിജോണിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. മൂപ്പര് വേറെ എടുക്കുള്ള ആളാണ്, പാരീസിലുള്ള ആളാണ്. അപ്പോൾ അവിടെ അയാളുടെ അത്ര ചൂടില്ല കേട്ടോ, നിങ്ങൾ കുറച്ചുകൂടി ചൂടാവാനുണ്ട് എന്നുള്ള രീതിയിൽ തമാശ രൂപേണ പറഞ്ഞു. ഏതായാലും അത് കിടലനായി, അതൊരു വല്ലാത്തൊരു കോമഡി ആയി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ, അടുത്ത ആളാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് അപ്പാരന്റ്ലി എ ലേറ്റ് ടോക്കർ. മൂപ്പര് കുറച്ച് ലേറ്റ് ടോക്കർ ആണ്. ആൻഡ് ഹിസ് പാരൻസ് വിൽ റീഡ് അബൌട്ട് ഹിസ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. അയാൾ കുറച്ച് ലേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുള്ളൂ. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടേ പറയാനുള്ളൂ. അയാളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇച്ചിരി മോശമാണെന്നൊക്കെയാണ്. നല്ല ഭയങ്കര എന്താ പറയുക, എക്സ്ട്രോവേർട്ട് അല്ല, ഭയങ്കര ഇൻട്രോവേർട്ടാണ്. കാര്യങ്ങളൊന്നും പെട്ടെന്ന് തുറന്ന് പറയാത്ത ഒരാളാണ്, ആൾക്കാരോട് സംസാരിക്കാൻ മടിയുള്ള ഒരാളാണ് എന്നാണ് പാരൻസ് വിചാരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ. അറ്റ് ലാസ്റ്റ് ദ സപ്പർ ടേബിൾ, അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി ഹി ബ്രോക്ക് ഹിസ് സൈലൻസ് ഡേ. അയാൾ പൊതുവെ മിണ്ടാറില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ചെറിയ കുട്ടി, അയാൾ തീരെ മിണ്ടാറില്ല. ഒരു ദിവസം അയാളുടെ സൈലൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് പറയുന്നത്, സൂപ്പ് ഈസ് ടു ഹോട്ട്, ഈ സൂപ്പിന് എന്തൊരു ചൂടാ എന്നുകൊണ്ടൊക്കെ ഉറക്കെ വിളിച്ചു പറയും. ഇത് കേട്ടപ്പോൾ ഗ്രേറ്റ്ലി റിലീവ്. ഹോ, പാരൻസിനൊക്കെ സമാധാനമായി, എൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചല്ലോ. ഹിസ് പാരൻസ് ആസ്ക്ഡ് വൈ ഹി ഹാഡ് നെവർ സെഡ് എ വേർഡ് ബിഫോർ. അല്ല മോനെ, നീ എന്തുകൊണ്ട് ഇത്രയും കാലം ഇതുവരെ ഒന്നും പറഞ്ഞില്ല, എന്തുകൊണ്ടായിരുന്നു ഒന്നും റിപ്ലൈ ഒന്നും തരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആൽബർട്ട് റിപ്ലൈ പറയണേ, ബിക്കോസ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ടുഡേ. ഇന്ന് വരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, ഇപ്പോഴാണ് പ്രശ്നങ്ങളായത്, ഇപ്പോഴാണ് ഒരു പ്രശ്നം കിട്ടിയത്. ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. വെറുതെ പ്രതികരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്നാണ് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം. അതും ഒരു കോമഡിയായി നിങ്ങൾ പരിഗണിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ സ്ലൈഡും കിട്ടും. അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ലിങ്കാണ്, ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. എന്നാലും ഇത് ജസ്റ്റ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പോൾ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും ഇതിൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കും. ഫ്രീ ആണ് രണ്ടും. അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് ജോയിൻ ചെയ്തിടുക. നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്ററാണ് ഇതുപോലെ വീഡിയോ ആയിട്ട് വരേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ബാച്ചിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ പോകുന്നുണ്ട്. ഇപ്പോൾ 30% ഓഫറിലാണ് നമ്മുടെ ബാച്ച് ലഭിക്കാൻ പോകുന്നത്. സോ ആ ഓഫർ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടും എൻഡ് ഗെയിം ബാച്ച് ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് വരാനുണ്ട്. ആ ബാച്ചും കൂടി ഇപ്പോൾ ജോയിൻ ചെയ്തതിനെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സ്ക്രോൾ ആയിട്ട് പോകുന്നുണ്ട്. സോ മിസ് ചെയ്യരുത്. പവർഫുൾ ആക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ മറന്നത്. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ. താങ്ക് യു. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ JD. ബൈ.